വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 21 മുതലുള്ള തിരുവചനം ഇങ്ങനെയാണ്. ഇത് ഞാൻ മനസ്സിൽ ഓർക്കുന്നതിനാൽ എനിക്ക് പ്രത്യാശയുണ്ട്. കർത്താവിൻ്റെ അചഞ്ചല സ്നേഹം അവസാനിക്കുന്നില്ല. അവൻ്റെ കരുണയ്ക്ക് അന്തമില്ല. അത് രാവിലെ തോറും പുതിയത്. നിന്റെ വിശ്വസ്തത വലിയത്. കർത്താവിൻ്റെ ഓഹരി എന്ന് എൻ്റെ ആത്മാവ് പറയുന്നു. അതുകൊണ്ട് ഞാൻ അവനായി കാത്തിരിക്കും. 21 മുതൽ 24 വരെയുള്ള തിരുവചനമാണിത്. യിരെമ്യാ പ്രവാചകനാണ് വിലാപങ്ങൾ എഴുതിയത്. അത് എഴുതിയ സാഹചര്യം യെരുശലേം മുഴുവനും നശിച്ച് യെരുശലേം ദേവാലയം ഉൾപ്പെടെ തകർന്നു കിടക്കുന്ന കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ വിലാപങ്ങളാണ് ഈ പുസ്തകത്തിലെ പരാമർശം. ആ വിലാപങ്ങളുടെ നടുവിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന പ്രത്യാശാപൂർണമായ വാക്കുകളാണ് നാം വായിച്ചു കേൾക്കുന്നത്. ഇവിടെ അദ്ദേഹം ഓർമ്മിക്കുകയാണ്, ഇത് ഞാൻ മനസ്സിൽ ഓർക്കുന്നതിനാൽ എനിക്ക് പ്രത്യാശയുണ്ട്. കർത്താവിൻ്റെ അചഞ്ചല സ്നേഹം അവസാനിക്കുന്നില്ല. അവൻ്റെ കരുണയ്ക്ക് അന്തമില്ല. അത് രാവിലെ തോറും പുതിയത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി നമുക്ക് ഓർക്കുവാൻ, അത് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പ്രത്യാശാപൂർണ്ണമായിരിക്കും. ചുറ്റുപാടും എന്തെല്ലാം തകർച്ചകളോ പ്രതിസന്ധികളോ ഉണ്ടായാലും ദൈവ സ്നേഹത്തിലേക്ക് നോക്കിയാൽ, അവൻ്റെ കരുണയിലേക്ക് നോക്കുവാൻ നമുക്ക് കെൽപ്പുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വീണ്ടും ശക്തി ആർജിക്കും. നമുക്ക് പുതിയ ഉത്സാഹത്തോടെ പുതിയ ശക്തിയോടെ മുന്നോട്ട് പോകുവാൻ പറ്റുമെന്ന് യിരെമ്യാ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ചുറ്റുപാടുകൾ തകർന്നടിഞ്ഞ പശ്ചാത്തലത്തിലും കർത്താവിലേക്ക് നോക്കിയിട്ട് നിന്റെ വിശ്വസ്തത വലുത്, അത് രാവിലെ തോറും പുതിയത് എന്ന് അദ്ദേഹം പറയുകയാണ്. പ്രിയമുള്ളവരെ, ഓരോ പ്രഭാതത്തിലും തൻ്റെ വിശ്വസ്തത പുതുക്കിയ ഒരു വിശ്വസ്തത, പുതിയതായിട്ടുള്ള ഒരു ഉടമ്പടി, താൻ നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അവൻ നമ്മുടെ മുമ്പിൽ വീണ്ടും ഒരു ചാൻസ് കൂടെ അവൻ നമുക്ക് നൽകുന്ന അവൻ്റെ വലിയ സ്നേഹത്തെ തിരിച്ചറിയുവാൻ. മറ്റ് പലതും നശിച്ചാലും നമ്മുടെ ജീവിതത്തിൽ എന്താണ് കർത്താവിൻ്റെ ഓഹരി എന്ന് എൻ്റെ ആത്മാവ് പറയുന്നു. അതുകൊണ്ട് ഞാൻ അവനായി കാത്തിരിക്കും. കർത്താവിനായി കാത്തിരുന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ, നമ്മുടെ എല്ലാ വേദനകളെയും അതിജീവിക്കാൻ, ഏത് പ്രതിസന്ധിയും ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ കർത്താവിൻ്റെ ഈ അനന്ത സ്നേഹത്തെപ്പറ്റിയുള്ള കരുണയെപ്പറ്റിയുള്ള ബോധം നമുക്ക് ശക്തിയും കൃപയും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.